Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. അത് എന്നും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഇമോഷനെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് നമുക്ക് റിലേഷൻഷിപ്പിൽ സ്പാർക്ക് നിലനിർത്താൻ സാധിക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു സ്പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ലളിതമായി അല്ലെങ്കിൽ വിത്ത് നോ കോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ പല ആളുകളും ചിന്തിക്കുന്നുണ്ടായിരിക്കും, അവരോടൊപ്പം തന്നെയാണ് ഞാൻ ഫുൾ ടൈം ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെയാണ് എൻ്റെ എല്ലാ ദിവസവും ഓൾ ഡേ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി എങ്ങനെയാണ് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്? നിങ്ങൾ ഒരു ദിവസം 24 മണിക്കൂർ അല്ലെങ്കിൽ എത്ര അവരുമായിട്ട് ചിലവഴിക്കുന്നു എന്നുള്ളതല്ല കാര്യം, അത് ക്വാളിറ്റി ടൈം ആണോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ഒരു 1 അവറോ അല്ലെങ്കിൽ 2 അവറോ മാത്രമാണ് നിങ്ങൾക്ക് ക്വാളിറ്റി ടൈം കിട്ടുന്നത് എന്നുണ്ടെങ്കിലും അത് മെമ്മറബിൾ ആയിരിക്കും എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ആ ഒരു ക്വാളിറ്റി ടൈം അതിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള മെമ്മറീസ് ഒക്കെ ആയിരിക്കും ഓരോ ആളുകളുടെ മൈൻഡിലേക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു സ്പാർക്ക്, ആ വ്യക്തിയോടുള്ള ആ ഒരു സ്പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരോടൊപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് ഒരു സമയം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക, അത് ഒരുമിച്ച് ട്രൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത്രത്തോളം ആ ഒരു ആക്ടിവിറ്റിയോട് അത്രത്തോളം ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരോട് അതിൽ ജോയിൻ ചെയ്യാൻ പറയുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഏർപ്പെടാൻ വേണ്ടി ട്രൈ ചെയ്യുക. അത് ഗെയിംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആയിരിക്കാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ സമയത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചൂസ് ചെയ്തുകൊണ്ട് അതൊരു ക്വാളിറ്റി ടൈം ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. തീർച്ചയായിട്ടും ഇത് ആ ഒരു സ്പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ചെറിയ ചെറിയ സർപ്രൈസുകൾ നൽകുക എന്നുള്ളതാണ്. അതൊരു മീറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് വിസിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ഗിഫ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലവ് ലെറ്റർ ആയിരിക്കാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ രീതിയിലെങ്കിലും അവരെ എന്ത് ചെയ്യുക, സർപ്രൈസ് ചെയ്യാൻ, അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഇമോഷണൽ ഇൻറ്റിമസി, അതുപോലെ തന്നെ ഫിസിക്കൽ ഇൻറ്റിമസി. ഈ 2 ഇൻറ്റിമസിയും നിങ്ങൾ നിലനിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ അത് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഫിസിക്കൽ ഇൻറ്റിമസി, അതിന് തീർച്ചയായിട്ടും ഫിസിക്കൽ അഫെക്ഷൻ അത് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഫിസിക്കൽ അഫെക്ഷൻ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫിസിക്കൽ ഇൻറ്റിമസി നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും. ഇനി ഇമോഷണൽ ഇൻറ്റിമസിയും ഇതുപോലെ തന്നെ അവരോട് തുറന്ന് സംസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ കേട്ടുകൊണ്ട്, ആക്റ്റീവായി ലിസൺ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിയേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ്, നിങ്ങളുടെ ഡ്രീംസ്, ഇങ്ങനെ ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരിക്കും ഒരു വ്യക്തിക്ക്. അങ്ങനെയുള്ള വളരെ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻസിൽ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ഇൻറ്റിമസിയും ബിൽഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഈ 2 രീതിയിലുള്ള ഫിസിക്കൽ ഇൻറ്റിമസി അതുപോലെ തന്നെ ഇമോഷണൽ ഇൻറ്റിമസി, ഈ 2 രീതിയിലുള്ള ഒരു ഇൻറ്റിമസി നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതും നമുക്ക് ആ ഒരു സ്പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നെക്സ്റ്റ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് പാസ്റ്റ് മെമ്മറീസിലേക്ക് ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്തുണ്ടായിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള മെമ്മറീസിലേക്ക് ഒന്നുകൂടി തിരികെ പോവുക എന്നുള്ളതാണ്. അതൊരു സംസാരത്തിലൂടെ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ഫോട്ടോസോ കാര്യങ്ങളോ ഒക്കെ നോക്കിക്കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസ് അത് വിസിറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു മെമ്മറി ബുക്ക് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം മേക്ക് ചെയ്തുകൊണ്ടായിരിക്കാം.
ഇത്തരത്തിൽ പഴയ കാര്യങ്ങൾ ഒന്നുകൂടി വീണ്ടെടുക്കുക അല്ലെങ്കിൽ ഓർത്തെടുക്കുക എന്നുള്ളത്, അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള വഴികളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ രീതിയിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ മെമ്മറീസിലേക്ക് ഒന്നുകൂടി തിരികെ പോവുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വഴി. ഫൈനലി, ടെക് ഫ്രീ ടൈം, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ടെക് ഫ്രീ ടൈം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. TV അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പരസ്പരം സംസാരിക്കുക. അല്ലെങ്കിൽ ആ ഒരു ടൈം മറ്റൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അതൊരു ടെക് ഫ്രീ ടൈം ആണെന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. ആ സമയം പരസ്പരം സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക, പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒന്ന് ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും റിലേഷൻഷിപ്പിൽ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു സ്പാർക്ക് നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.